ഒരു നൂറ്റാണ്ടിനും പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1895 ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം. തണുപ്പ് തളം കെട്ടി നിൽക്കുന്ന നവംബർ മാസത്തിലെ ഒരു നട്ടുച്ചയ്ക്ക് അദ്ദേഹം ആ കാഴ്ച കണ്ടിരുന്നു. കണ്ണുകൾ കൗതുകവും ആശ്ചര്യം കൊണ്ട് തുറിച്ചു. വളരെ യാദൃശികമായാണ് തൻ്റെ ഇരുൾ നിറഞ്ഞ പരീക്ഷണശാലയിൽ ഒരു വശത്ത് അദ്ദേഹം ആ തിളക്കം കണ്ടത്. ഒരു വാക്യൂം ട്യൂബിലൂടെ ഇൻഡക്ഷൻ കോയിൽ ഉപയോഗിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗതിവിധികൾ പഠിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ. പ്രകാശത്തിന്റെ ഒരു നേർത്ത കണികയ്ക്ക് പോലും കടക്കാനാവാത്ത വിധം കൊട്ടിയടക്കപ്പെട്ടതായിരുന്നു ആ മുറി. പിന്നെ ഇത് എവിടെ നിന്നാണ് വെളിച്ചമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ഗ്ലാസ് ട്യൂബ് കറുത്ത തുണി കൊണ്ട് മൂടിയിരുന്നെങ്കിലും അതിനെയും കടന്ന ചില തരംഗങ്ങൾ പുറത്തു വരുന്നതായിരിക്കാം കാരണമെന്ന് അദ്ദേഹം അനുമാനിച്ചു. ഉറപ്പിക്കാനായി അദ്ദേഹം തൻ്റെ കൈ അതിന് പ്രതിരോധമായി വെച്ചു. അദ്ദേഹത്തിന് ആശ്ചര്യം കൊണ്ട് ബോധക്ഷയം ഉണ്ടായില്ലെന്നേ ഉള്ളൂ. കൈയുടെ മൊത്തത്തിലുള്ള നിഴലിന് പകരം ചുമരിൽ തെളിഞ്ഞത് കൈയിലെ അസ്ഥികൂടത്തിന്റെ ഇരുണ്ട നിഴൽ ചിത്രമാണ്. ഉടൻ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ ബർത്തയെ വിളിച്ചു. ഈ അത്ഭുത പ്രതിഭാസം കാണിച്ചു കൊടുത്തു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അതിശയത്തോടെ അത് നോക്കി നിന്നു. എന്താണിതെന്ന് പരസ്പരം ചോദിച്ചു. ഇതെന്തോ അദൃശ്യമായ വികിരണമായിരിക്കുമെന്ന് അദ്ദേഹം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു. അറിഞ്ഞുകൂടാത്ത എന്തിനും എക്സ് എന്ന് വിളിക്കണമെന്ന ശാസ്ത്ര നിയമം അനുസരിച്ച് അതിനെ എക്സ് വികിരണങ്ങൾ അഥവാ എക്സ് റേസ് എന്ന് വിളിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു. വെളിച്ചം പതിക്കുന്ന സ്ഥലത്ത് അത് വെച്ചു. ബർത്തയോട് അവരുടെ കൈ അതിന് മുകളിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ ലോകത്തെ ആദ്യത്തെ എക്സ്റേ ചിത്രം ആ പരീക്ഷണശാലയിൽ പിറവിയെടുത്തു. ബർത്തയുടെ കൈ അസ്ഥികളുടെ ഇരുളും വെളിച്ചവും ഇടകലർന്ന ഒരു നിഴൽ ചിത്രം. തൻ്റെ കൈയസ്ഥികൾ കണ്ട ബർത്ത താൻ മരണത്തെ നേരിൽ കണ്ട നിമിഷമാണെന്ന് പറഞ്ഞതായും ചില പുസ്തകങ്ങൾ പറയുന്നുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ലോകത്തെ ആദ്യ എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ഗ്ലാസ്ഗോയിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ അത്ഭുത വികിരണങ്ങൾക്ക് എക്സ് എന്നത് മാറ്റി അദ്ദേഹത്തിൻ്റെ പേര് നൽകണമെന്ന് ശാസ്ത്രലോകം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം വിനീതനായി ആ ആവശ്യം നിരസിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാടൊക്കെ അറിയാമെങ്കിലും ഒന്നും അറിയാത്തവരുടെ കൂട്ടത്തിൽ അതിപ്പോഴും എക്സ്റേ ആയി തന്നെ തുടരുന്നു. 1901 ഭൗതിക ശാസ്ത്രത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം ഈ അജ്ഞാത വികിരണങ്ങൾ അഥവാ എക്സ്റേ കണ്ടെത്തിയതിന് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു.